ഇവിടെ ഇടാനാന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വന്നേ. അപ്പൊ അമ്മ ഇവിടെ ഇടാൻ തുടങ്ങിയല്ലോ തോന്നിയാ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. ഞാനിവിടെ വരെ എത്തിയറിയും. ഓരോ ചാക്കുന്നല്ല, മൊത്തമായിട്ട് വേണ്ട ആവശ്യത്തിനനുസരിച്ച്. എപ്പോഴും മഞ്ഞൾ പറിക്കാൻ വിചാരാവില്ല. മഞ്ഞൾ പറിക്കാൻ പോവല്ല, ഭയങ്കര മസിലാണല്ലോ. അടുത്ത മസില. അപ്പൊ 1000 കോഴിക്കെന്ന് പറയുമ്പോ ഒരു 10-24 ചാക്ക്. 24 ചാക്ക്. എങ്ങോട്ടാ പോന്നെ? എപ്പോഴും മഞ്ഞൾ പറിക്കാൻ വിചാരാവില്ല. മഞ്ഞൾ പറിക്കാൻ പോവല്ല. ഇന്ന് നമ്മള് പോകുന്നതാ, ഇന്ന് നമ്മള് പോകുന്നത് കോഴി ഫാമിലേക്കാ. കോഴി ഫാമിലേക്ക് വാ. മാറ്റി അന്ന് നീലിട്ടപ്പോ അമ്മച്ചി അന്ന് നീലിട്ടപ്പോ രണ്ടാളും നീല എന്ത് പറവൂല. രണ്ടാളും പറവൂല. ആരാണ് ചുമക്കാനും മേലെ എന്നിട്ട് എടുത്തോണ്ട് പോകണം. ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയോ കോഴി ഫാമിലേക്ക്. ഇന്ന് കോഴി ഫാമിലോട്ട് വന്നത് കോഴീനെ പിടിച്ച് കറി വെക്കാനോ കോഴീനെ കാണിക്കാനോ അല്ല കേട്ടോ. കോഴീനെ കുറച്ച് ഉള്ളത് പിടിച്ചോണ്ട് പോയി. അത് കഴിയുമ്പോ അതിനകത്ത് കോഴിവളം. അപ്പൊ കോഴിവളം അത് വാരി കൂട്ടാണ്. ഇത് വാരി ഇവിടെയൊക്കെ സെറ്റാക്കി വൃത്തിയാക്കിയാൽ അടുത്ത സെറ്റിനെ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുന്നേ അടുത്ത സെറ്റിനെ കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മളിത് കോഴിവളം ഒക്കെ വാരി ചാക്കിലാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അതിനുള്ള പരിപാടിയാണ്. അപ്പൊ ഇത് മുഴുവൻ വാരി കൂട്ടുക. ആദ്യം കൂടെ അവിടെ കുറച്ച് ഭാഗം കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറെ ഏരിയയും കൂടെ കൂട്ടാനുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വാരി വാരി കൂട്ടി വെച്ചിട്ട് പിന്നെ വാരി ചാക്കിലാക്കുക. അപ്പൊ കോഴിവെള്ളം നമുക്ക് എല്ലാത്തിനും നമ്മൾ വാഴക്കൊക്കെ ഇട്ട് കോഴിവെള്ളം, പിന്നെ പച്ചക്കറിക്കും ഒക്കെ ഇടാം. എല്ലാത്തിനും ഇടാം കോഴിവെള്ളം. പിന്നെ ഇപ്പൊ ഈ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടാണ്. മഴക്കാലത്തൊക്കെ ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ആകുമ്പോ ചൂടാണ് സാധനം. ഇത് കോഴിയപ്പിയാ? കോഴിയപ്പി. This is a കോഴിയപ്പി. എവിടെ അപ്പിയല്ല? എവിടെ അപ്പിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പിയൊക്കെ ഉണങ്ങിപ്പോയില്ലേ? ഇത് പകുതി ഇങ്ങനെ ചകിരിച്ചോറും ബാക്കി ഇച്ചിരി അപ്പി, അതൊക്കെ എല്ലാം ഉണങ്ങിപ്പോയി. ഇതിങ്ങനെ പൊളി. പറയാണ്ട് കോഴിവെള്ളം നമ്മളെ പുറമക്കാർക്ക് കൊടുക്കുകയാണ്. ഓരോ ചാക്കുന്നല്ല, മൊത്തമായിട്ട് വേണ്ട ആവശ്യത്തിനനുസരിച്ച്. മസിൽ വന്നോ? ഇവിടെ ഭയങ്കര മസിലാണല്ലോ. അടുത്ത മസില. ഈ മസിലാരെ കൊണ്ട് തോറ്റു പോയത്. മസിലുകളാ. അപ്പോൾ വളം മൊത്തത്തിൽ ഞാനും അമ്മയും കൂടെ കൂട്ടി എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചാക്കിനകത്ത് നിറയ്ക്കേണ്ട കാര്യമുള്ളൂ. ചാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീറ്റ കൊണ്ടുവരുന്ന ചാക്ക് തന്നെ കേട്ടോ. അപ്പോൾ ആ തീറ്റ ചാക്കിൽ അതിൻ്റെ ഒരു തീറ്റയുടെ അളവൊക്കെ കൊണ്ടുവരുന്ന അതേ രീതിക്ക് അതേ കണക്കിന് നമ്മൾ ആ ചാക്കിനകത്ത് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാക്കിലും നിറച്ചിട്ട് അപ്പോൾ തുന്നാൻ കണക്കാക്കി, അതായത് ഒരു ചാക്കെന്ന് പറയുന്നത് എന്താ പറയുക കണക്കാക്കിയിട്ട് തന്നെയാണ് അതിനകത്ത് നിറയ്ക്കുന്നത്. ഒരുപാട് തിക്കി നിറയ്ക്കുന്നുമില്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഒരു ചാക്കിൻ്റെ കണക്ക് എത്രയാണോ ആ ചാക്കിന് കണക്കാക്കി തന്നെയാണ് നിറയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ചാക്കും നിറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തുന്നി വെക്കണം. എന്നാലേ നമുക്കിങ്ങനെ അട്ടിക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ.
അങ്ങനെ വളം മുഴുവൻ കോരി ചാക്കിലാക്കിട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചാക്ക് തുന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചാക്ക് എല്ലാം ഓരോന്നോരോന്ന് നമ്മൾ തുന്നിയെടുക്കണം. സാധാരണ പ്ലാസ്റ്റിക് വെള്ളി ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ തുന്നുന്നത്. അപ്പോൾ തുന്നിയെന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് പെട്ടെന്ന് തലയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പോലെ എടുത്തെറിഞ്ഞാൽ അങ്ങനെ പൊട്ടെന്ന് തുറന്ന് പോകാത്ത രീതിയിൽ തന്നെ തുന്നി പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ തുന്നുക. ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തുന്നുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. പിന്നെ അമ്മയാണ് തുന്നിയത്. കാരണം അമ്മയാണ് സ്ഥിരം തുന്നാറുള്ളത്. അപ്പോൾ എനിക്ക് എത്ര വശമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വേഗം പരിപാടിയും കഴിയുമല്ലോ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അത് കംപ്ലീറ്റ് തുന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തുന്നലെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കിതെല്ലാം കൂടി അടുക്കി ഒരു സൈഡിലോട്ട് ഇടാനുണ്ട്. ഇത് ചോട്ടിൽ ഉറഞ്ഞിരിക്കുന്നതൊക്കെ ഇടിക്കണോ? അല്ല ഇടിക്കല്ല, ഇച്ചിരി ഇങ്ങോട്ട് ചോളങ്ങ് പൊക്കി ചോടി ഇങ്ങോട്ട് നോക്കുക, നിരക്കുക. തട്ടിട്ട് എവിടെ ഇടുന്നേ? ചാക്കിന് അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ അമ്മയും കൂടി അങ്ങോട്ട് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ചാക്കിന് വെയിറ്റും കൂടും, പിന്നെ ഒരു സ്മെല്ലും ആയിരിക്കും. പിന്നെ അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് വളരെ കെയറിങ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒട്ടും മഴയൊന്നും നനയാത്ത രീതിയിൽ നല്ല പുറത്ത് വയ്ക്കുന്നെങ്കിലും മൂടി അതുപോലെ മൂടിയിടും. അല്ലെങ്കിൽ അകത്ത് തന്നെയാണ് അധികം വെക്കാറ്. അപ്പം അത്രയും ദിവസം ഇരിക്കുള്ളൂ. കാരണം നമ്മളിതെല്ലാം നിറച്ച് തുന്നി അടുക്കി വെക്കുമ്പോഴത്തേക്കും അത് ചിലവായി പോകുന്നുണ്ട്. ഞാൻ ചേച്ചി ഇവിടെ ഇടാനാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നേ. അപ്പൊ അമ്മ ഇവിടെ ഇടാൻ തുടങ്ങിയ പോലെ തോന്നി. അല്ല എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്, ഞാനിവിടെ വരെ എത്തിയല്ലോ. ഒറ്റപ്പോകെ അവിടെ ഒക്കെ ഇച്ചിരി ഗ്യാപ്പിലാണ്. നല്ല അവള്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചക്ക വളം ഇനിയുണ്ടല്ലേ. ഇത് 4 ചാക്കും കൂടെ തുന്നാനുണ്ട്. അപ്പൊ അതും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ വെക്കാനുള്ളതാണ്. തൽക്കാലം തുന്നി എത്രയോ എടുത്ത് ഇങ്ങോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചാക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 1000 കോഴിയുള്ളൂ. അപ്പൊ 1000 കോഴിക്കെന്ന് പറയുമ്പോൾ ഒരു 10-24 ചാക്ക്, 24 ചാക്ക് കറക്റ്റ് പറയുകയാണ്. 24 ചാക്ക്, ഒരു 4 ചാക്കും കൂടെ അവിടെ കംപ്ലീറ്റ് ആവാണ്ട് കോരിയിട്ട് തുന്നാനുണ്ട് ചാക്ക്. അപ്പം 1000 കോഴിക്ക് 24 ചാക്ക് വളം ഇവിടെ ഞങ്ങൾക്ക് കിട്ടും. ഇത് കുറച്ച് പുറമെ കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുക്കാറുണ്ട്. എന്നാലും അത് മുഴുവൻ നമുക്ക് നമ്മുടെ പറമ്പിലോട്ട് ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാക്കി പുറത്ത് ആവശ്യക്കാർ ഒരു ഇപ്പം സ്റ്റോക്കിരിക്കാറില്ല. അപ്പം ചിലവായി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.